നമുക്കൊപ്പം ചാണ്ടി ഉമ്മനുണ്ട്, കോൺഗ്രസ് നേതാവും MLA യും തത്സമയം. ചാണ്ടി ഉമ്മൻ, വെരി ഗുഡ് മോർണിംഗ് ചാണ്ടി ഉമ്മൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മൾ അവിടെ കണ്ട കാഴ്ചകൾ നമ്മുടെയൊക്കെ ഹൃദയം വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് പോലും സങ്കടം അടക്കാനായില്ല. ആ വീടിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. ആ വീടിനെ ശരിക്കും ഒരുക്കിക്കൊണ്ട് വന്നത് ബിന്ദു തന്നെയാണ്. എന്തായാലും ബിന്ദുവിനെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രതിഷേധമുണ്ട്. താങ്കളുടെ പ്രതിഷേധവും ഇന്നലെ നമ്മൾ കണ്ടു. ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പാക്കേജ് കൊടുക്കുക എന്നുള്ളതാണ്. വന്നു. പക്ഷേ അപ്പോഴും വീഴ്ചയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കുമോ നമ്മുടെ പ്രതിഷേധം ഇന്ന് ചാണ്ടിയുമ്മൻ? തീർച്ചയായിട്ടും നമുക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആ വീഴ്ച ഇനി ആവർത്തിക്കാനും പറ്റത്തില്ല. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ നിയമം നിഷ്കാസിക്കുക? അത് ഉത്തരവാദിത്തമുള്ള എല്ലാവർക്കും അത് ബാധകമാണ്. അത് യാതൊരു സംശയമില്ല നടപ്പിലാക്കണം. കാരണം ഇനി ഒരാൾക്ക് സംഭവിക്കരുത്. കാരണം ഒരു രോഗിയുടെ കൂട്ടത്തിൽ വന്ന ഒരു ബൈസ്റ്റാൻഡർക്കാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത്. അത് ഒരാൾക്കും ഇനി ഉണ്ടാവരുത്. ഒരു മെഡിക്കൽ കോളേജിലല്ല, ഒരു ഹോസ്പിറ്റലും ഉണ്ടാവരുത്. അവിടെയാണ് ഞങ്ങൾ ഈ കാര്യം സൂചിപ്പിക്കുന്നത്. ഈ ടോയ്ലറ്റ് കോംപ്ലക്സ് ഇടിഞ്ഞു വീണത് കൊണ്ട് അത്രേ സംഭവിച്ചുള്ളൂ. ഒരുപക്ഷെ അതിനോട് ചേർന്നിരിക്കുന്ന വാർഡെങ്ങാനും ഇടിഞ്ഞു വീഴുന്നെങ്കിലല്ലേ ചാണ്ടിയുമ്മൻ അവിടെ പോയി കണ്ടതല്ലേ? ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കാരണവശാലും രോഗികളെ പ്രവേശിപ്പിക്കാൻ പാടില്ലാത്തതാണ്. പുതിയ കെട്ടിടം അവിടെ കിടക്കുന്നു. ഇന്നലെ ചാണ്ടിയുമ്മൻ തന്നെ പറയുന്നത് ഞാൻ കേട്ടു. ഇത് ആർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ കെട്ടിടം എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നലെ വളരെ വേഗം എല്ലാവരെയും മാറ്റി. ഇന്നലെ മാറ്റാൻ കഴിയുമെങ്കിൽ ഒരാഴ്ച മുമ്പേ മാറ്റാമായിരുന്നു, അല്ലേ ചാണ്ടിയുമ്മൻ? തീർച്ചയായിട്ടും അത് നേരത്തെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഒരാളുടെ ജീവൻ സംരക്ഷിക്കായിരുന്നു. ഇന്നലെ ഉണ്ടായ പരിക്കുകൾ ഉണ്ടായവർക്കൊക്കെ അങ്ങനെ ഇല്ലാതിരിക്കായിരുന്നു. പക്ഷേ ഇത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ പൂർത്തിയായാൽ ഉടനെ തന്നെ മാറ്റം ഉണ്ടാകണം. ആർക്കും വേണ്ടി കാത്തിരിക്കരുത്. കാരണം ഉദ്ഘാടനം നടത്തണമെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞ് നടത്താമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കെട്ടിടങ്ങൾ പൂർത്തിയായാൽ സഹലമില്ലാത്ത സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് മാറ്റേണ്ടത് അനിവാര്യത. ഇന്നലെ ചാണ്ടിയുമ്മൻ ആ ആംബുലൻസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആ വാഹനം തടയാനൊന്നും ആയിരുന്നില്ല ചാണ്ടിയുമ്മൻ ശ്രമിച്ചത്. പകരം അവിടെ ആ ബന്ധുക്കളുടെ ഏതോ ഒരു റിലേറ്റീവിന്, ഈ ബിന്ദുവിൻ്റെ റിലേറ്റീവിന് ആർക്കോ എന്തോ പറയാനുണ്ടായിരുന്നു. ചാണ്ടിയുമ്മനും അവർക്ക് വേണ്ടി എന്തോ സംസാരിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അവിടെ പോലീസുമായിട്ടൊരു തർക്കമൊക്കെ ഉണ്ടാകുന്നതും. ഇപ്പോൾ ചാണ്ടിയുമ്മൻ ആ കേസിൽ 1-ാം പ്രതിയാണെന്ന് തോന്നുന്നു, അല്ലേ? അത് കുഴപ്പമില്ല. എന്നെ പ്രതിയാക്കി എടുത്തോട്ടെ, ഒരു പ്രശ്നമില്ല. ഒന്നല്ല, ഇതേപോലത്തെ 1000 കേസിൽ പ്രതിയാവാൻ ഞാൻ തയ്യാറാണ്. ഒരു പ്രശ്നവുമില്ല. കാരണം ഞങ്ങൾ കൃത്യമായി, നിങ്ങൾക്ക് ആ വിഷ്വൽ കണ്ടാൽ ഞാൻ പറയുന്നുണ്ട്, ഞങ്ങൾ തടയാനല്ല, ഒരു വാക്ക് പറയാനാണ്, ഒരു വാക്ക് പറഞ്ഞ് ഈ വണ്ടി പോകാനാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ പോലീസ് എന്തുകൊണ്ടോ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകണം. അതിനുവേണ്ടി ചെയ്തൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മാത്രമല്ല, പുറകിൽ വണ്ടി ഓടിച്ചിരുന്നത് അത് പ്രത്യേകം ഒരാളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിൻ്റെ വണ്ടിയാണ്. വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കുകയാണ്. ഞങ്ങൾ പറയുന്നുണ്ട്, 1 മിനിറ്റ് ഒരു വാക്ക് പറഞ്ഞിട്ട്, ആ ബന്ധുവിന് ഒരു വാക്ക് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല. പക്ഷെ ഇതേ മനോഭാവം ഉച്ചയ്ക്ക് കാണിച്ചിരുന്നെങ്കിലോ? ഇതേ മനോഭാവം കേരള പോലീസും കേരള ഫയർ ഡിപ്പാർട്ട്മെൻറ്റും റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഉച്ചയ്ക്ക് കാണിച്ചിരുന്നെങ്കിലോ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. ഈ പ്രതിഷേധം യഥാർത്ഥത്തിൽ ഒരു പ്രതിഷേധിക്കാനുള്ള അവസരം പോലും നൽകുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. ഇന്നലെ ഇപ്പോൾ ചാണ്ടിയുമ്മൻ പറഞ്ഞല്ലോ, പറയാൻ വന്ന എന്തോ പറയാൻ അവർ സമ്മതിച്ചില്ല എന്ന്. എന്തായിരുന്നു ചാണ്ടിയുമ്മൻ ഇന്നലെ പറയാൻ ഉദ്ദേശിച്ചത് ആ സമയത്ത്? അതല്ല, ആ കുടുംബത്തിൻ്റെ ഒരു വിഷമം, ആ വിഷമം കണ്ട് നമുക്ക് ആർക്കും നിൽക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ആ കുടുംബത്തിന് വേണ്ട പാക്കേജ് കൊടുക്കണം, ആ പാക്കേജ് നടപ്പിലാക്കണം. ആ പാക്കേജ് കുടുംബത്തിൽ ജോലി, 25 ലക്ഷം രൂപ, ആ കുട്ടിയെ ദത്തെടുക്കുക, ഒപ്പം ആ കുട്ടിയുടെ ചികിത്സാ ചെലവ് എഴുതിത്തള്ളുക എന്നുള്ളതൊക്കെ ആവശ്യപ്പെടണം. അത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ എന്ന് സർക്കാരിനോട് പറയാൻ വേണ്ടിയാണ് ആ അവസരം ഞങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചത്. ഒരിക്കൽ പറഞ്ഞിരുന്നു, പക്ഷേ അവർക്ക് അവിടുന്ന് കൊണ്ടുപോകണമെന്നില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട, വീട്ടിലോട്ട് കൊണ്ടുപോകൂ, സർക്കാർ വേണ്ട ചെയ്യും എന്ന് പറയാൻ വേണ്ടി വന്നതിനാണ് ഇത്രയും വലിയൊരു കേസും എടുത്ത്. അതായിക്കോട്ടെ, ഞങ്ങൾക്കത് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞില്ലേ, അത് ഞങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് നേരിടും. കള്ളക്കേസ് എടുത്താലൊന്നും ഞങ്ങളുടെ തലത്തിൽ ഞങ്ങൾ കോടതി കൂടെ ഇതിനെ നേരിട്ടോളാം. ഓക്കെ, ചാണ്ടിയുമ്മൻ, ഇന്നിപ്പോൾ വലിയ പ്രതിഷേധമുണ്ട്. യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രതിഷേധമുണ്ട്. എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം ചാണ്ടിയുമ്മൻ? തീർച്ചയായിട്ടും ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാൻ പാടില്ല എന്നൊന്നാമത്തെ കാര്യം. 2, ഇതിനകത്ത് വീഴ്ച വരുത്തിയവരെ ഒരു നടപടി ഉണ്ടായിരിക്കണം. ഇപ്പം ഒരു ബോധപൂർവമായ ശ്രമം, ഇന്നലെ ഡിസ്ചാർജ് കൊടുക്കുന്നു. എന്തിനാണ് ആ വാർഡിൽ കിടക്കുന്ന ആൾക്കാർക്കും ഡിസ്ചാർജ് കൊടുക്കുന്നത്? അത് ഒഴിഞ്ഞ കെട്ടിടമാണെന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ തെളിയിക്കുവാൻ നടത്തിയ ഒരു ശ്രമമാണത്.
അപ്പം അങ്ങനെയുള്ള ശ്രമങ്ങൾ നടന്നിട്ട് അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ നമുക്കാകുമോ? അതിനൊക്കെ ഉത്തരവാദിത്തമുള്ളവർ ഉത്തരം പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇവിടെ ഒരു ജീവൻ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു രോഗവുമില്ലാതെ കൊച്ചിനെ ശുശ്രൂഷിക്കാൻ വന്ന അമ്മയുടെ ജീവിതം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കും? അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കും? ആ പ്രതികരണം ഇവിടുത്തെ ചെറുപ്പക്കാർ, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, എല്ലാ പാർട്ടിക്കാരും അവരുടെ സമരവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. ഇനി ഒരു ജീവൻ പോലും ഇങ്ങനെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇതുവരെയും ആർക്കെതിരെയും നടപടിയൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. സൂപ്രണ്ടിന് വീഴ്ചയുണ്ട്. നിങ്ങൾ ശരിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നുണ്ടോ ചാണ്ടിയുമ്മൻ? തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജിയല്ലേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഉള്ള ഉത്തരവാദിത്വം, ഇവിടുത്തെ ഇൻചാർജ് മിനിസ്റ്ററിനുള്ള ഉത്തരവാദിത്വമൊക്കെ നമുക്ക് കുറച്ച് കാണുവാൻ സാധിക്കുമോ? ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് ഇതുവരെ ഒരു വാക്ക് സർക്കാർ പറഞ്ഞോ ഞങ്ങൾ ആ കുട്ടിക്ക് ജോലി നൽകും, അല്ലെങ്കിൽ ഈ കുടുംബത്തെ ഏറ്റെടുക്കുന്നു, എന്തെങ്കിലും ഒരു 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 നഷ്ടപരിഹാര തുക നൽകും, എന്തെങ്കിലും ഒരു വാക്ക് പറയുവാൻ ഈ നേരം വരെ, ഇന്നിപ്പം ഓൾമോസ്റ്റ് 19 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ ഒരു ആശ്വാസ വാക്ക് പറയുവാൻ സാധിക്കുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്നു. ആ കുടുംബത്തെ ഒന്ന് കാണുവാൻ ശ്രമിച്ചോ? ആ കുട്ടിയോ അല്ലെങ്കിൽ അച്ഛനെയോ ആ മരിച്ച ആളുടെ കുടുംബത്തെ ഒന്ന് കാണുവാൻ ശ്രമിച്ചോ? അദ്ദേഹം ഒന്ന് മെഡിക്കൽ കോളേജ് പോയി, അപ്പോൾ വന്നു എന്ന് വരുത്തി. ഇവിടുത്തെ എന്താണ് ഇന്നലെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഒരു CPM നേതാവ് പോലും ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് വന്നില്ലല്ലോ. അതാണ് ഇതിനകത്തൊക്കെ ഉള്ള കൺസേൺ. അപ്പം ഗവൺമെന്റ് പഴയ പോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമലയെ കണ്ടതുപോലെ തന്നെ പേരിന് ഒന്നെല്ലാം നടത്തിയെന്ന് പറയും, പിന്നെ അതിൽ നിന്ന് കൈ ഒഴിയുകയും ചെയ്യാൻ ശ്രമിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഓക്കെ, താങ്ക് യു ശ്രീ ചാണ്ടിയുമ്മൻ. ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ ഒപ്പം ഉണ്ടാവുക. ചാണ്ടിയുമ്മൻ ഇന്നലെ അവിടെ വളരെ സജീവമായി ഇടപെടുന്നതും നമ്മൾ കണ്ടതാണ്. താങ്ക് യു ചാണ്ടിയുമ്മൻ.